നമ്മുടെ കുക്കറിന്റെ എയർ പോയെന്ന് നമുക്ക് നോക്കാം. പരിപ്പ് വേവിക്കാൻ വെച്ചായിരുന്നു. അതിലേക്ക് ഞാൻ ഒരു മാങ്ങ, ഒരു മുരിങ്ങാക്കോല്. മാങ്ങയ്ക്ക് പുളി എന്തോരം ഉണ്ടെന്ന് ഞാൻ കടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര പുളിയാ, കാണുമ്പോ അറിയാം. ഓ ആ ഉപ്പിട്ട് കൊടുക്കാം. ഭയങ്കര പുളി. ഓ നല്ല പുളിയുണ്ട്. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി. ഇളക്കട്ടെ കേട്ടോ. നല്ല പുളിയാ. എന്തൊരു പുളി. തേങ്ങ അരച്ച് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഇത് വെന്ത് വരട്ടെ. സൂപ്പർ കറി കേട്ടോ. സിമ്പിളായിട്ട് വെക്കുന്ന ഒരു നാടൻ കറിയാണത്. ഒരു മാങ്ങയും ഒരു മുരിങ്ങാക്കോലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാമല്ലോ. കുക്കർ അടച്ചൊന്നും വെക്കണ്ട കേട്ടോ, ചുമ്മാ അങ്ങനെയാണ് വെച്ചാൽ. കടുക് വറുക്കാനുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു. വേറൊരു കാര്യം കൂടെ നോക്കട്ടെ, ഇത് മാറ്റി വെക്കട്ടെ. അതിന് കൈ തട്ടി അച്ഛൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടോ. അത് വീണ്ടും വീണ്ടും കേടാ ഉണ്ടോ. എന്നിട്ട് പറയും തണുപ്പത്തിരുന്നിട്ടാന്ന് പറയും. ഞാൻ പറയും നന്നാക്കാൻ പറഞ്ഞു കേൾക്കില്ല. ചോറ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിക്കട്ടെ. ചോറിൽ വെള്ളമില്ല. ഈ അരി പെട്ടെന്ന് വേവണ അരിയാ. അത് കാരണം അച്ഛൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ വെന്ത് കുഴയണത് ഇഷ്ടമല്ല. എനിക്ക് എത്രത്തോളം വേവാമോ അത്രത്തോളം വെന്ത് കുഴഞ്ഞു പോയി എന്ന് പറയും. പുള്ളിക്ക് ചോറ് അങ്ങനെ വേവണ ഇഷ്ടമല്ല. തിളച്ച് കഴിഞ്ഞിട്ട് വാർക്കാം. വെള്ളം ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കണ്ടേ. വെള്ളം ഒഴിച്ച കറി അല്ല, അരി എപ്പോഴും തിളപ്പിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചോറിങ്ങനെ പിശുന്നിരിക്കും. ഇതൊക്കെ എൻ്റെ നാടൻ വർത്താനം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. മാങ്ങ തിളച്ച് ഒടുങ്ങി. ഒന്നോടെ നിലക്കിയിട്ടെ. പരിപ്പല്ലേ, പരിപ്പ് ചിലപ്പോൾ അടി പിടിക്കും. അപ്പൊ ചോറൊക്കെ തിളച്ച് വാർത്ത് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണാം. കടുക് പൊട്ടിക്കാനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് എന്തായെന്നൊന്ന് നോക്കട്ടെ. ചോറൊക്കെ ഞാൻ വാർത്തു. അവിടെയൊക്കെ ഒന്ന് തുടച്ചു. വെന്തിട്ടുണ്ട്. മാങ്ങ മുരിങ്ങാക്കോലൊക്കെ പെട്ടെന്ന് വേവില്ലേ. അത് കാരണമാണ്. അതിൻ്റെ കൂടെ പരിപ്പിൻ്റെ കൂടെ മുരിങ്ങാക്കോലിട്ട ഈർക്കിളി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കറിയിൽ ഒരുപാട് വെള്ളം അങ്ങനെ വേണ്ട. ഉപ്പുണ്ടോ നോക്കട്ടെ. അല്പം
വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. അല്പം വെള്ളം. നമ്മൾ പണ്ട് കല്ല് കഴുകി വെള്ളം ഒഴിക്കുമെന്ന് പറയില്ലേ? അമ്മിക്കല്ല് അരച്ച് കഴിഞ്ഞിട്ട് കല്ല് കഴുകിയിട്ട് വെള്ളം ഒഴിക്കുമെന്ന് പറയില്ലേ? എന്ന പോലെ കല്ല് കഴുകിയിട്ട് കടു പൊട്ടിക്കാട്ടോ. കറി എന്നിട്ട് ഞാൻ അപ്പം തന്നെ ചട്ടിയിലേക്ക് മാറ്റും. ചട്ടിയിലേക്ക് മാറ്റിയില്ലെങ്കിലേ പുളിയുള്ള കൂട്ടാൻ ഞാൻ ഒരിക്കലും അലുമിനിയം പാത്രത്തിൽ വെക്കില്ല. കണ്ടോ ഇത് കൃത്യമായില്ലേ നോക്കി. നമുക്കൊരു ഈ അടുക്കളയിൽ കിടന്ന് പെരുമാറി തുടങ്ങിയിട്ട് നാളെ എത്രയായി അല്ലേ? ഇപ്പോഴും ഞാൻ ഒരു കൂട്ടം മറന്നു വേപ്പില എടുക്കാൻ. വേപ്പില എടുത്തുകൊണ്ട് വരട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. വേപ്പില എടുത്തുട്ടോ. ഇതിനകത്തിപ്പോൾ ജീരകമൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ജീരകമൊന്നും അരക്കണില്ലാത്തൊരു കറിയാണ്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ചുമന്നുള്ളി. കടുക് പൊട്ടിക്കാൻ വെളുത്തുള്ളി അല്ലല്ലോ, കറിവേപ്പില. ഇത് തിളച്ചു കേട്ടോ. തിളച്ച് ആ കറി നമുക്ക് ഓഫ് ചെയ്യാം. തേങ്ങ അരച്ച കറി പിന്നെ ഒരുപാട് തിളപ്പിക്കരുത്. ചൂടുണ്ട്. ഇങ്ങനെയൊക്കെ വെക്കണ കറി ഏറ്റവും സിമ്പിളാണ്. ഇതിനകത്ത് ഇപ്പം അധികം ചേരുവകളൊന്നുമില്ല. ഒരു മാങ്ങ, ഒരു മുരിങ്ങാക്കോലും, അല്പം പരിപ്പ്, ഒരു വാളം പരിപ്പ് എടുത്തിട്ടുള്ളൂ. നാടൻ കറി എന്ന് പറഞ്ഞാൽ ഏത്തക്കായും പരിപ്പും വയ്ക്കും, പയറും കായും വയ്ക്കും, പരിപ്പും കുമ്പളങ്ങയും വയ്ക്കും, കൂടെ തക്കാളി ഇടും. പരിപ്പും കുമ്പളങ്ങയും തക്കാളിയും വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. കൂടെ മുരിങ്ങാക്കോലും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എന്നെ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ചൂടാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. മഴ പെയ്തെങ്കിലും ചൂടിനൊരു കുറവുമില്ല. ഇനിയിപ്പോൾ എനിക്ക് ഇന്ന് തേക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനന്തൻ. തേക്കാൻ വന്നില്ല. ചൊവ്വാഴ്ച വരാൻ ചേച്ചി എന്നും പറഞ്ഞ് വണ്ടി അവിടെ എങ്ങാണ്ട് അകലെയാണ്. അവൻ വന്ന് തേച്ച് വെച്ച് കഴിഞ്ഞാലേ പിന്നെ നമുക്കത് എളുപ്പത്തിൽ സൈറൻ കേട്ടു. 8:45 ടെൽക്കിലെ സൈറനാണ് കേൾക്കണേ. ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഷിഫ്റ്റ് മാറും ഇറങ്ങാൻ വേണ്ടിയിട്ട്. പല ഷിഫ്റ്റ് അല്ലേ, ഷിഫ്റ്റുകാർക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറൻ. പണ്ട് ഈ സൈറൻ നോക്കിയാൽ നമ്മൾ വൈകുന്നേരം 5-ന് ഒരു സൈറൻ ഉണ്ട്, 3:30-ക്കുണ്ട്, 7:15-നുണ്ട്, രാത്രി 7:15-നുണ്ട്. അങ്ങനെയൊക്കെയാണ്. കണ്ടോ, ഇങ്ങനെയൊരു കറി നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. ഞാൻ നിങ്ങളിത് കാണിക്കണേ. കറിക്ക് ചൂടുണ്ട്. കണ്ടോ, സൂപ്പർ കറിയാണ്, അടിപൊളിയാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ.
ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടാം. ലേശം പുളിയുള്ളത് കാരണം ഞാൻ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കും. അടിപൊളി. അടച്ചു വയ്ക്കും, പണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.